കൽപ്പാത്തി രഥോത്സവത്തിനായി ഒരുക്കം തുടങ്ങി. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ രഥങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തിറക്കി അറ്റകുറ്റപ്പണി ആരംഭിച്ചു. പുതിയ കൽപ്പാത്തി, പഴയ കൽപ്പാത്തി, ചാത്തപുരം ഗ്രാമങ്ങളിലും തേരൊരുക്കം ആരംഭിച്ചു. 7-ന് രഥോത്സവ ചടങ്ങുകൾ ആരംഭിക്കും. 8-നാണ് കൊടിയേറ്റം. ഇതിനു മുൻപ് തന്നെ പരമാവധി പ്രവൃത്തികൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഗ്രാമക്കാരും ക്ഷേത്രക്കാരും. കൊടിയേറ്റത്തോടെ കൽപ്പാത്തിയിലേക്ക് കൂടുതൽ പേർ എത്തിത്തുടങ്ങും. കൽപ്പാത്തി അഗ്രഹാരങ്ങളിലെ റോഡ് നവീകരണം പുനരാരംഭിച്ചു. കഴിഞ്ഞ ദിവസം മുതൽ പ്രവൃത്തികൾ വേഗത്തിലാക്കി. രഥപ്രയാണം നടത്തുന്ന വഴികളും കൽപ്പാത്തിയിലേക്കുള്ള റോഡുകളും കൊടിയേറ്റത്തിന് മുൻപ് തന്നെ നവീകരിക്കാനുള്ള ശ്രമത്തിലാണ് നഗരസഭാ അധികൃതർ. ശേഖരീപുരം ജംഗ്ഷനിൽ നിന്നും കൽപ്പാത്തിയിലേക്കുള്ള റോഡിലെ ചാലും സ്ലാബ് സഹിതം നവീകരിക്കുന്നുണ്ട്. കൽപ്പാത്തി രഥോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ ഏകോപിപ്പിക്കാനുമായി പാലക്കാട് RDO കെ മണികണ്ഠനെയും അസിസ്റ്റന്റ് നോഡൽ ഓഫീസറായി പാലക്കാട് തഹസിൽദാർ മുഹമ്മദ് റാഫിയെയും നിയോഗിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് ഉപയോഗത്തിന് തടസ്സമില്ലാത്ത പകരം വഴി കണ്ടെത്തണം. ആരോഗ്യ വകുപ്പിന്റെ ആംബുലൻസിന് പുറമെ 3 അധിക ആംബുലൻസുകൾ സജ്ജമാക്കണം. റോഡ് കയ്യേറിയുള്ള കച്ചവടം കർശനമായി നിരോധിക്കും. ശേഖരീപുരം ജംഗ്ഷൻ മുതൽ ശിവക്ഷേത്രം വരെയുള്ള റോഡ് ഭാഗത്ത് കച്ചവട സ്ഥാപനങ്ങൾ നിയന്ത്രിക്കും. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.